സോ എ വോം ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. അപ്പോൾ ഇന്ന് നമ്മൾ 12th സ്റ്റേറ്റ് മാത്സിൻ്റെ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ്, കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കണേ. സോ വി ക്യാൻ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റേഴ്സുകളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 13 ചാപ്റ്റേഴ്സാണുള്ളത്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, continuity, differentiability, applications of derivatives, integrals, applications of integrals, differential equation and so on. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജുകളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിന് 5 മാർക്കാണ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക്ക് 3 മാർക്കാണ്, മെട്രിസസ് ഡിറ്റർമിനൻസിന് 5 മാർക്ക് ഇതാണ് വരുന്നത്. എപ്പോഴും ഈ രണ്ട് ചാപ്റ്റർ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഈ രണ്ട് ചാപ്റ്ററിന്റെ 10 മാർക്കായിരിക്കും. കാരണം നിങ്ങൾ ഫ്രം ദ സ്റ്റാർട്ടിങ് തൊട്ട് ഇത് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് 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 പഠിച്ച ചാപ്റ്ററുകളിൽ രണ്ടെണ്ണമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല പോലെ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രണ്ട് ചാപ്റ്ററുകളാണ് മെട്രിക്സ്, ഡിറ്റർമിനൻസ് ആൻഡ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. ഇവിടെ വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിന്റെ തന്നെ ഒരു ഡിഫറൻസിയേഷൻ മെത്തേഡ് എവിടെ വരുന്നുണ്ട്, കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയിൽ വരുന്നുണ്ട്. അതിന്റെ തന്നെ കണ്ടിന്യൂഷൻ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്റഗ്രൽസും വരുന്നുണ്ട്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആ ഒരു 3 മാർക്ക് എന്നുള്ളതല്ല, നമുക്കത് ഡിഫറൻസിയേഷനിലും ആവശ്യം വരുന്നുണ്ട്. മേ ബി അതൊരു 5 മാർക്ക് എന്നുള്ള നിലയ്ക്ക് പഠിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു വെയിറ്റേജ് കൊടുത്ത് പ്രോബ്ലംസുകൾ ചെയ്ത് പഠിക്കുക. ആൻഡ് എക്സസൈസിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് കഴിഞ്ഞ ഒരുവിധം സ്റ്റേറ്റിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ബാക്കി നമുക്ക് ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഡിഫറൻസിയേഷന്റെ അകത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡും കൂടെ ഒന്ന് നോക്കാം. പിന്നെ അതിനുശേഷം കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇത്രയും ചാപ്റ്റേഴ്സ് കാൽക്കുലസിന്റെ അണ്ടറിൽ വരുന്ന ചാപ്റ്റേഴ്സ് ആണ്. ഇത്രയും ചാപ്റ്ററിന്റെ വെയിറ്റേജുകൾ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 6 4 10, 19, 19 4 നിയർലി ഒരു 25 മാർക്കിന്റെ അടുത്ത്, 25 അല്ല 25 തൊട്ട് 30 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, ഈ കാൽക്കുലസിന്റെ സെക്ഷനിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. പിന്നെ 2 ചാപ്റ്റർ ജോമെട്രി, അത് 5 4 9 മാർക്ക്, വെക്ടർ ഓൾജിബ്രയും 3 ഡയമെൻഷനും. അത് കൂടാണ്ട് എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലീനിയർ പ്രോഗ്രാമിംഗ്. അത് 5 മാർക്കാണ് വെയിറ്റേജ് എന്നുണ്ടെങ്കിലും അത് 6 മാർക്കിന്റെ സെക്ഷനിൽ ക്വസ്റ്റ്യൻ കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദെൻ 5 മാർക്ക് പ്രോബബിലിറ്റി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഒരു സബ്ജക്റ്റിനകത്തുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസും കാര്യങ്ങളും വരണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 3 സെക്ഷൻസ് ആണ് ഉണ്ടാവുക. സെക്ഷൻ എ 3 മാർക്സ്, സെക്ഷൻ ബി 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ദെൻ സെക്ഷൻ സി 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ തന്നെ സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും സെക്ഷൻ സിയിലൊക്കെ നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് ഉണ്ടാവും. സെക്ഷൻ എയിലൊക്കെ മേ ബി 2 ക്വസ്റ്റ്യൻസ് ഒക്കെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. സെക്ഷൻ ബിയിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻസ് ഇതേപോലെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. മിനിമം ഒരെണ്ണം എന്തായാലും ഉറപ്പാണ്. സെക്ഷൻ സിയിൽ മോസ്റ്റ്ലി ഒരെണ്ണം തന്നെ നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. ദെൻ ഇനി നമുക്ക് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് പറഞ്ഞു പോകാം. അപ്പൊ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നതിന് മുമ്പ് റിലേഷൻ ഫങ്ഷൻസിനകത്ത് എങ്ങനെയാ റിലേഷൻസ് ഉണ്ടാവണേ, അതിന് നമുക്ക് ആദ്യം എന്തൊക്കെ നോക്കണം. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു തുടങ്ങുമ്പോൾ ആദ്യം സെറ്റ് എന്താന്ന് നോക്കണം. ദെൻ സെറ്റ് നമുക്ക് ഏതൊക്കെ 2 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയൊക്കെയാ, ഒന്ന് സെറ്റ് ബിൽഡർ മെത്തേഡ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്തെടുക്കുക. സെറ്റ് ബിൽഡർ മെത്തേഡ്, ദെൻ റോസ്റ്റർ ഫോം, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തെടുക്കുക. അതിനുശേഷം പിന്നെന്ത് വേണം, നമ്മുടെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എഴുതാൻ. അതേപോലെ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് എന്ന് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് ഫൈൻഡ് ചെയ്യുക. നമ്പർ ഓഫ് റിലേഷൻസ് അതൊക്കെ എങ്ങനെയാ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ ആ ചാപ്റ്ററിൽ തന്നെ കുറച്ച് റിലേഷൻസുകൾ ഇതേപോലെ തന്നെ സെറ്റ് ബിൽഡറും റോസ്റ്ററും വെച്ച് കൺവേർട്ട് ചെയ്യാനായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാം. ഇതൊക്കെ +1 സാധനങ്ങളാണ്. ഇതൊക്കെ ഓൾറെഡി സ്കൂളിലാണെങ്കിലും എവിടെയെങ്കിലും ട്യൂഷൻസിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മുടെയൊക്കെ ക്ലാസ്സസിലാണെങ്കിൽ ഒബ്വിയസ്ലി അതെല്ലാം ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് പോയിട്ടായിരിക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ,
നമ്മൾ ഈ ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. നമുക്ക് ഈ ചാപ്റ്ററിൽ എൻ്റർ ചെയ്യുമ്പോൾ ടൈപ്സ് ഓഫ് റിലേഷൻസ്, എത്ര ടൈപ്പ് റിലേഷൻസ് ഉണ്ട് പറയുമ്പോൾ 5 ടൈപ്പ് റിലേഷൻസ് ഉണ്ട്. ഒന്ന് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വെച്ചാൽ യു ഇസ് ഈക്വൽ ടു എ ക്രോസ് എ. ഒരു സെറ്റ് ഉണ്ട്. നമുക്ക് എപ്പോഴും റിലേഷൻ പറയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു സെറ്റ് ആവശ്യമുണ്ട്, ഒരു സെറ്റും ആവശ്യമുണ്ട്. ആ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ സെറ്റിൽ ബിലോങ് ചെയ്യുന്ന പോലെയാണ് റിലേഷൻസുകൾ പറയുക. അപ്പോൾ ആ സെറ്റിനെ അതേ സെറ്റ് കൊണ്ട് തന്നെ ക്രോസ് ചെയ്ത് കിട്ടുന്ന മറ്റൊരു സെറ്റ് നമ്മൾ എടുക്കുകയാണ്. ആ ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുക. പിന്നെ വരുന്നത് നൾ റിലേഷൻ ഓർ എം ടി റിലേഷൻ എന്ന് പറയുക. ആ റിലേഷൻ ആർ എസ് ഈക്വൽ ടു 5 എന്ന് വരുന്ന അവസ്ഥ, അല്ലെങ്കിൽ ആറ് നാട്ട് വരണേ, ആർ ഈക്വൽ ടു എ ക്രോസ് എ, ആർ ഈക്വൽ ടു അതേപോലെ ആർ ഈക്വൽ ടു എ ക്രോസ് എ യൂണിവേഴ്സൽ റിലേഷൻ, ദെൻ ആർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് നൾ റിലേഷൻ. നൾ റിലേഷൻ എന്ന് വെച്ചാൽ എന്താ? നൾ, നമുക്കൊരു റിലേഷൻ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എലമെന്റ്സ് ഇല്ലാതിരിക്കുന്ന അവസ്ഥ, അതാണ് നൾ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഈ രണ്ട് റിലേഷൻസിനെ ചേർത്ത് നമ്മൾ വിളിക്കുന്ന പേര് ട്രിവിയൽ റിലേഷൻ എന്നാണ്. എന്താ വിളിക്കുക? ട്രിവിയൽ റിലേഷൻസ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവിടെ നമുക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഇവരെ രണ്ടുപേരുടെയും എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കി വെക്കുക. ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിച്ചാൽ പറയാൻ പറ്റണമല്ലോ. അപ്പൊ അതിന് വേണ്ടി ജസ്റ്റ് ഫോർ കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ജസ്റ്റ് വേഗം നോക്കുക. ഇതിന് ശേഷം വരുന്ന ആളുകളെയാണ് നമുക്ക് മെയിൻ ആയിട്ട് ആവശ്യം. അതിൽ വരുന്ന ഒരാളാണ്, ആദ്യത്തെ ആളാണ് റിഫ്ലക്സീവ് റിലേഷൻ. റിഫ്ലക്സീവ് റിലേഷൻ എന്താണ്? റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ, റിഫ്ലക്ഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ശരിക്കും എന്താ ഉദ്ദേശിക്കണേ? റിഫ്ലക്ട് ചെയ്യുക, നമ്മുടെ പ്രതിബിംബം കാണുക. ഓക്കെ, അപ്പൊ അതേപോലത്തെ എലമെന്റ്സ് സച്ചാസ് എ കോമ എ, ബി കോമ ബി, സി കോമ സി, അതേപോലെ 1,1 അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ റിലേഷന്റെ അകത്ത് ബിലോങ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ ഒരു റിലേഷനെ റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം. അതേപോലെ നെക്സ്റ്റ് വൺ ആണ് സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ, സിമെട്രിക് റിലേഷൻ സിമെട്രി എന്ന് വെച്ചാൽ എന്താ? ഒരു സൈറ്റിലുള്ള പോലെ മറ്റേ സൈറ്റിൽ, അല്ലെങ്കിൽ ഒരു സിമെട്രിക് ഷേപ്പ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കത്തിയിട്ടുണ്ടാവും വിചാരിക്കണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മുടെ റിലേഷന്റെ അകത്ത് എ കോമ ബി എന്നൊരു എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ കൂടെ തന്നെ ബി കോമ എ എന്ന് പറഞ്ഞിട്ടൊരു എലമെന്റും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ആ റിലേഷൻ എന്ത് പറയാം? സിമെട്രിക് റിലേഷൻ എന്ന് പറയാം. ദെൻ അടുത്തതാണ് ട്രാൻസിറ്റീവ് റിലേഷൻ. ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഒരു എക്സ് വൈ എന്നൊരു എലമെന്റ് ഉണ്ട് എടുത്തു. അടുത്ത എലമെന്റ് ഈ വൈ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, അതായത് വൈ ഇസഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ രണ്ട് എലമെന്റ് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് എംപ്ലോയ് ചെയ്യാം? എക്സ് കോമ ഇസഡ് എന്ന് പറയുന്ന ഒരു എലമെന്റും ആ റിലേഷന്റെ പാർട്ടാണ് എന്ന് എടുക്കാം. ആൻഡ് ഈ ഒരാളും കൂടെ ആ ഒരു നമ്മൾ ചൂസ് ചെയ്ത റിലേഷന്റെ അകത്തുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയാം. ആൻഡ് ഇവരെ മൂന്ന് പേരെയും കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഈക്വാലൻസ് റിലേഷൻ. ഈക്വാലൻസ് റിലേഷൻ. ഈക്വാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദി ഈക്വാലൻസ് റിലേഷൻ. ഒരു സിനാരിയോ തന്നിട്ട് അതൊന്ന് ഈക്വാലൻസ് റിലേഷൻ ആണോ ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കിയാൽ മതി. ഇത് ജനറലൈസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നിരിക്കുന്ന റിലേഷനെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പ്രാക്ടീസ് ചെയ്യുക, നല്ല പോലെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്റെ 5-6 മാർക്ക് ഒറ്റയടിക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇനി ഇത് തന്നെ റോസ്റ്റർ ഫോം ഇതൊക്കെ മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ വെച്ചിട്ട് മിനിമം ഓർഡേർഡ് പെയർ. മിനിമം ഓർഡേർഡ് പെയർ അതും ഇപ്പൊ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്തൊരു വേർഡ് ആയിരിക്കും. കാരണം നമ്മുടെ ഓണം, ക്രിസ്മസ് ഇപ്പൊ കഴിഞ്ഞ മോഡലിലടക്കം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം തൊട്ട് ചോദിക്കുന്നത്. പിന്നെ അതിന് മുമ്പ് ചോദിച്ചിരുന്ന ഒരു സാധനമാണ് ഈക്വിവാലൻസ് ക്ലാസ്. ഈക്വിവാലൻസ് ക്ലാസ് അതും ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഓരോ ക്വസ്റ്റ്യൻ എക്സസൈസിലും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് സോളിഡ് എക്സാമ്പിൾസിലും കിടപ്പുണ്ട്, ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ. നമുക്ക് എത്ര ടൈപ്പ് ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്? കുറെ ടൈപ്പുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തൊരു സ്ലൈഡിലാക്കിയിരിക്കുന്നതാണ്. അതിൽ നിന്ന് 1-1 ഫംഗ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. 1-1 ഫംഗ്ഷൻ എന്താ? 1-1 അല്ലാത്ത എല്ലാത്തിനും നമ്മൾ എന്ത് വിളിക്കും? മെനി വൺ എന്ന് വിളിക്കും. പിന്നെ നോക്കുന്നതാണ് ഓൺ ടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ, പിന്നെ ഇൻടു ഫംഗ്ഷൻ. അതിൽ ഇൻടു ഫംഗ്ഷൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ഡെഫിനേഷൻ മാത്രമേ പറയുന്നുള്ളൂ. അതിൽ ഒരു ഫംഗ്ഷൻ 1-1ഉം ഓൺ ടും ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം?
ബൈജക്റ്റീവ് എന്ന് പറയാം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു ഫംഗ്ഷൻ 1 ആണ്, അതേസമയം അയാൾ ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ. സോ ബൈജക്ഷൻസ് ഉണ്ടോ? ബൈജക്ഷന്റെ എക്സിസ്റ്റൻസുകൾ ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ കോമ്പോസിഷൻ ഒരു ഫംഗ്ഷന്റെ അകത്ത് നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുക. അതേപോലെ കോമ്പോസിഷൻ ഫംഗ്ഷൻസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഒരു 2 കൊല്ലം മുമ്പ് വരെ നല്ലപോലെ ചോദിച്ചിരുന്നു. ഇപ്പൊ കോമ്പോസിഷന്റെ എക്സാമ്പിൾസുകൾ മാത്രം നമ്മുടെ ടെക്സ്റ്റിലുള്ളൂ. കോമ്പോസിഷൻ വെച്ച് ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടബിൾ ആണ് എന്ന് കാണിക്കാനൊക്കെ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ അതിന്റെയൊക്കെ എക്സസൈസ് കണ്ടന്റ് കുറവാണ്. അപ്പോൾ CBSE-ലൊക്കെ ആണെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെ കുറവാന്ന് പറയാം. സ്റ്റേറ്റിൽ പക്ഷെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ കോമ്പോസിഷൻ, ഒരു ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്തായാലും നോക്കി പോകണം, കൺസെപ്റ്റ്സ് നോക്കണം, മനസ്സിലാക്കി ചെയ്യണം. ഇനി ഫ്രീക്വന്റ്ലി എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്കൊരു ഫംഗ്ഷൻ എന്നിട്ട് 1 അത് ഓൺ ടു ആണ് എന്ന് പറയും, അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ത് പറയും, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ആ ഒരു രീതിക്കൊക്കെയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പിന്നെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യമുണ്ട്? ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിലേ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇതൊന്നും മറന്നു പോകരുത്. അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻവേഴ്സ് എഴുതണം. അതിന് നമ്മൾ എന്താ ചെയ്യാറ്? ആ തന്നിരിക്കുന്ന ഫംഗ്ഷന് വൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യാറ്. ഓക്കെ. y ഈക്വൽ ടു f(x) ആണ്. അതിന് ഒരു എക്സ് കൊടുത്ത്, ഒരു വേരിയബിൾ കൊടുത്ത് അതിലേക്ക് കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യാണ് ചെയ്യാറ്. മറന്നു പോകരുത്. പിന്നെന്താണ്? ഇക്വലൻസ് സോൾവ് ചെയ്യുക, ഡൊമൈൻ, റേഞ്ച്, റോസ്റ്റർ ഫോം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അതിൽ ഇക്വലൻസ് റിലേഷൻ പ്രൂവ് ചെയ്യലാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ഡൊമൈൻ, റേഞ്ചും റോസ്റ്റർ ഫോമും ഒക്കെ അറിയാവുന്നതാണ്. പിന്നെ റിലേഷൻ പ്രോപ്പർട്ടീസ് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ സാമ്പിൾസ് എക്സസൈസ് കിടപ്പുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ നോക്കുക. പിന്നെ കോമ്പോസിഷന്റെ ക്വസ്റ്റ്യൻസ്, കോമ്പോസിഷൻ വെച്ച് നമുക്ക് ഇൻവേർട്ടബിൾ ആണെന്ന് പറയാൻ പറ്റും, അതും നോക്കണം. ഈ കോമ്പോസിഷൻ നമുക്ക് നല്ലപോലെ ആവശ്യം വരുന്നത് ചിലപ്പോൾ നമ്മുടെ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്ററിൽ നമുക്ക് കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് കോമ്പോസിഷൻ ആവശ്യമുണ്ട്. അപ്പൊ ഇവനെ നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അടുത്ത ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ട്രിഗണോമെട്രിയുടെ കുറച്ച് കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ അതിന്റെ ഗ്രാഫുകൾ പഠിച്ചു വെക്കണം. സ്റ്റേറ്റിൽ എക്സ്പ്ലിസിറ്റ്ലി ഒരു ഗ്രാഫ് വന്നിട്ട് അതിന്റെ ഡൊമൈൻ റേഞ്ച് എഴുതാൻ പറയാറുണ്ട്. അല്ലെങ്കിൽ ഡൊമൈനും റേഞ്ചും നമ്മളോട് ഏതാണ് ഡയറക്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ട് ഡൊമൈൻ റേഞ്ച് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡൊമൈനും റേഞ്ച് തന്നിട്ട് ഗ്രാഫ് വരയ്ക്കാൻ പറയാറുണ്ട്. ഗ്രാഫിന്റെ ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്, ഇപ്പൊ കുറച്ച് നാളായിട്ട് ചോദിക്കുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഷുവർ ക്വസ്റ്റ്യൻ. ഓക്കെ. ദെൻ ഇൻവേഴ്സ് ട്രിഗണോമെട്രി, അതിന്റെ ഓരോന്നിന്റെയും എവിടെയൊക്കെയാണ് എക്സിസ്റ്റ് ചെയ്യുക, അതിന്റെ ഗ്രാഫുകൾ പഠിക്കാം. ഗ്രാഫുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിൻസിപ്പൽ വാല്യൂവിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പ്രിൻസിപ്പൽ വാല്യൂ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അത് ഒരു സിംഗിൾ വാല്യൂ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഒഴിവാക്കിയാൽ നമുക്ക് കൂടുതൽ ചോദിക്കുക ഫൈൻഡ് ദ വാല്യൂ ഓഫ് എന്നും പറഞ്ഞിട്ട് ഒരു 3-4 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ തന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ പറയും. നമ്മളത് എന്ത് ചെയ്യുക? ഓരോ ഫംഗ്ഷനും ബ്രേക്ക് ചെയ്ത് എക്സ്, വൈ, ഇസഡ് എന്നൊക്കെ പേര് കൊടുത്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് നിൽക്കുക. പിന്നെ ഇവാലുവേറ്റ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്. ഇത് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് കുറെ ക്വസ്റ്റ്യൻസുകൾ പ്രൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ടാൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ എക്സിന് ടാൻ തീറ്റ എന്നൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോർട്ട് ചെയ്ത് ചെറുതാക്കി സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ ആ ഒരു സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസിൽ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ സിംപ്ലിഫിക്കേഷൻ പ്രോബ്ലംസിന്റെ കാര്യമാണ് ഞാൻ ജസ്റ്റ് ഇവിടെ ഉദ്ദേശിച്ചത്. അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യുക. അവിടെയാണ് അത് പ്രിൻസിപ്പൽ വാല്യൂ. ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് അങ്ങനെ ചോദിക്കല് കുറവാണ്. പണ്ടൊക്കെയാണ് ഒരു 2010 ശേഷം ഒക്കെയുള്ള ആ ഒരു ടൈമിലൊക്കെയാണ് കൂടുതലും പ്രിൻസിപ്പൽ വാല്യൂ ഇങ്ങനെ ഡയറക്റ്റ് ഒക്കെ ചോദിച്ച് കണ്ടേക്കണത്. ഇപ്പൊ ഒക്കെ എല്ലാം ഈ എക്സ്പ്രഷൻസ് സോൾവ് ചെയ്യുക. അതേപോലെ നമുക്ക് ടാൻ വെച്ചിട്ടാണ് കൂടുതൽ ഫോർമുലകൾ നമ്മുടെ ഇതിൽ പഠിക്കുന്നത്. അതിൽ കുറച്ചൊക്കെ ചിലതൊക്കെ സിലബസ് എന്ന് ഒഴിവാക്കിയെങ്കിലും സ്റ്റിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു ഇതുന്നത് മാറ്റിയിട്ടില്ല. ക്വസ്റ്റ്യൻസുകളൊക്കെ കാണാറുണ്ട്. സ്കൂൾസിൽ കുട്ടികളെ ടീച്ചേഴ്സ് പഠിപ്പിക്കാറുമുണ്ട്. അതുകൊണ്ട് നമ്മളും അത് പറഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഒന്ന് മെമ്മറൈസ് ചെയ്തെടുക്കുക.
എസ്പെഷ്യലി ട്രിഗണോമെട്രിയുടെ ഇമ്പോർട്ടന്റ് ഐഡന്റിറ്റീസും കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. അത് ബ്രഷപ്പ് ചെയ്തെടുക്കണം. അത് ഇവിടെ അല്ലെങ്കിൽ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ അകത്ത് ആവശ്യം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് എന്തായാലും ബ്രഷപ്പ് ചെയ്തെടുത്തിട്ട് വേണം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. ഇതിന്റെ ഇടയിലും നിങ്ങൾക്ക് അറിയാം ചില സബ്സ്റ്റിറ്റ്യൂഷൻസുകൾ വന്ന് ലാസ്റ്റ് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോമിൽ കിട്ടുമ്പോൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യണം, നോക്കി പോകണം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ അതേപോലെ തന്നെ ഇതിന്റെ തന്നെ കുറച്ചൊരു 6 സെറ്റ് ഫോർമുലാസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അതും പഠിക്കണം. അതിലൊരു സെറ്റാണ്, ഒരു സെറ്റ് ബേസിക്കലി ഇൻവേഴ്സ് ട്രിഗണോമെട്രി പ്രിൻസിപ്പൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ തന്നെ അതിൻ്റെ ഇടയിൽ പറഞ്ഞു പോണത്. അപ്പൊ അതൊക്കെ ഒന്ന് നല്ലപോലെ നോക്കിയിട്ട് വേണം പോവാനായിട്ട്. പിന്നെ എഗെയിൻ ഡൊമൈൻ ഇതൊക്കെ ചോദിക്കുക. പിന്നെ മിക്സ്ഡ് ട്രിഗണോമെട്രിക് എക്സ്പ്രഷൻസ് അത് ഇൻ സോറി, അത് 3യും 7ഉം ഏകദേശം സെയിം കാര്യം തന്നെയാ പറയണേ. ഓക്കെ, അപ്പോൾ അതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ ആ ഒരു ചാപ്റ്ററിന്റെ വെയിറ്റേജ് ശരിക്കും 3യേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡ് ഉണ്ട്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡ് ഉണ്ട്. ഏതിന്റെ അകത്ത്? ഡിഫറൻസിയേഷന്റെ അകത്ത് നമുക്കൊരു 7-8 മെത്തേഡുകൾ പറയാനുണ്ട്. അതിലൊരു മെത്തേഡാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡ്. അതിൽ നമ്മൾ ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. ഈ സിംപ്ലിഫിക്കേഷൻ തന്നെയാണ് നമ്മളവിടെ ചെയ്യുന്നത്. സിംപ്ലിഫൈ ചെയ്തിട്ട് ലാസ്റ്റ് ആ സ്റ്റെപ്പിൽ ഒന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യണു എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷൻസ് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം, ഇൻവേഴ്സ് ട്രിഗണോമെട്രി മെത്തേഡിന്റെ അകത്ത് അതൊരു എക്സസൈസ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കണേ. ഒരു 10-20 ക്വസ്റ്റ്യൻസിന് താഴെ ഉണ്ട്. അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ ടെക്സ്റ്റിന്റെ വേർഷൻ ഡൗൺലോഡ് ചെയ്താൽ അതിലും ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ കാണും. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് മാർക്കുകളും കാര്യങ്ങളും സോൾവ് ചെയ്യാവുന്നതാണ് മാക്സിമം. ഇത് തന്നെ നമുക്ക് മറ്റേ ഇന്റഗ്രേഷന്റെ അകത്തും ഡിഫറൻസിയേഷന്റെ അകത്തും ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ബേസ് ആയിട്ട് തന്നെ ആ ഒരു രീതിക്ക് തന്നെ വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് തന്നെ പഠിക്കുക. കാരണം അത് നമുക്ക് മറ്റ് പല ചാപ്റ്ററുകളിലും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ ആള്. ആരാ? മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്. നിങ്ങൾക്ക് ഏകദേശം 10 മാർക്ക് വെയിറ്റേജ് കിട്ടുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിന്റെ അകത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ് ഓപ്പറേഷൻസ് ഒന്ന് നോക്കി വെക്കുക. ഇപ്പൊ നമ്മുടെ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണുള്ള? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയും ഓപ്പറേഷൻസ്. പിന്നെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, ട്രാൻസ്പോസ് ഉണ്ട്. ഇതിന്റെ എല്ലാം പ്രോപ്പർട്ടീസ് നോക്കി വെക്കുക. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ തന്നെ എന്തായിട്ട് ചോദിക്കാറുണ്ട്? വേരിഫൈ എന്നും പറഞ്ഞ് ചോദിക്കാറുണ്ട്, വേരിഫിക്കേഷന്. അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താ? നമുക്ക് കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട വേരിഫൈയിൽ വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? LHS ഈക്വൽ ടു RHS എന്നും പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റേണ്ടതാണ്. പിന്നെ മെട്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഒരുമിച്ച് അത് ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവരുത്. ആദ്യം LHS എന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ഫ്രം LHS ആൻഡ് അതിനെ റെഡ്യൂസ് ചെയ്ത് RHSലേക്ക് എത്തിക്കുക. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനായിട്ട്. LHS ഈക്വൽ ടു RHS എന്നുള്ള മോഡലിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യുക? LHS ഈക്വൽ ടു എന്താണോ LHS അതെടുത്ത് അങ്ങ് എഴുതുക. അതിനുശേഷം അവിടെ നിന്ന് ചെയ്ത് ഇച്ച് ഇസ് ഈക്വൽ ടു RHS എന്നുള്ള ഫോമിലേക്ക് എത്തിക്കുക. അതിന് വേണ്ടിയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ ഒരു മെട്രിക്സ് A നമുക്ക് തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവാലുവേറ്റ് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യും? A² + 5A + അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്രഷൻ തരും. അവിടെയാണെങ്കിലും ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? ഈ A² ആദ്യം കണ്ടുപിടിക്കണം, 5A കണ്ടുപിടിക്കണം. ഇതെല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് മെട്രിക്സ് ഇൻവോൾവ് ചെയ്യുന്ന ഇതേപോലത്തെ എക്സ്പ്രഷൻ ക്വസ്റ്റ്യൻസിൽ ഇതെല്ലാം സെപ്പറേറ്റ് കണ്ടുപിടിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഇവാലുവേഷന് പോകാൻ വേണ്ടിയിട്ട്. അല്ലാതെ നേരെ കയറി ആ ഒരു വലിയ എക്സ്പ്രഷന്റെ അകത്ത് A² 5Aയും ഒക്കെ കൂടെ ഇട്ട് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ പറ്റുന്ന മേജർ പ്രോബ്ലം എന്താ? നമുക്ക് പറ്റുന്ന ഒരു വലിയ പ്രശ്നം, ഈ എക്സാം നല്ല സ്ട്രെസ്സും ടെൻഷനും ഒക്കെ കൂടി പിടിച്ചു ചെന്നിരിക്കും. മെട്രിക്സിന്റെ ക്വസ്റ്റ്യനും എടുക്കും, ഇതേപോലെ ചെയ്തു വരും. അവസാന സമയമുണ്ടാവുമ്പോൾ വേഗം തൊട്ട മുകളിലത്തെ സ്റ്റെപ്പ് നിന്ന് താഴത്തെ സ്റ്റെപ്പിലേക്ക് എടുത്ത് എഴുതുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു നമ്പർ മാറിയാൽ മതി, കംപ്ലീറ്റ് സാധനം കയ്യിന്ന് പോകുന്ന അവസ്ഥയാവും. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യുക? തിരക്ക് പിടിച്ച് ചെയ്യാണ്ട്
തൊട്ട് മുകളിലത്തെ സ്പീഡ് വേണം തൊട്ട്. അതിപ്പോ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ ഇത്രയും നാളും ക്വസ്റ്റ്യൻസുകളും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്പീഡ് എന്തായാലും നിങ്ങൾക്ക് കിട്ടിക്കാണും. അതുകൊണ്ട് നിങ്ങൾ ഒരു ടെൻഷനും വിചാരിക്കേണ്ട. സ്റ്റാർട്ടിങ് തന്നെ വൃത്തിയായിട്ട് ഓരോ സ്റ്റെപ്പും എഴുതി 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 മുകളിലത്തെ സ്റ്റെപ്പ് നിന്ന് താഴത്തേക്ക് പകർത്തി എഴുതുമ്പോൾ ഇതാക്കാണ്ട് നോക്കുക. പിന്നെ ഇതേപോലത്തെ ടിപ്പുകൾ എ സ്ക്വയർ വേറെ കണ്ടുപിടിക്കുക, 5A കണ്ടുപിടിക്കുക. ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നാലും ഇതെല്ലാം സെപ്പറേറ്റ് കണ്ടു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പകുതിയെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ഹാഫ് ഓഫ് ദ മാർക്സ് എങ്കിലും നിങ്ങൾക്ക് വൃത്തിയായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടിപ്പുകളും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെട്രിക്സ് തന്നിട്ട് അതിനെ എന്ത് ചെയ്യും, സിമെട്രിക് പ്ലസ് ക്യൂ സിമെട്രിക്കിന്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ തന്നെ സിമെട്രിക്കിനും സ്ക്യൂ സിമെട്രിക്കിനും ചില ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസുകൾ ഉണ്ട്. ആ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസുകൾ നോക്കി വെക്കണം. അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ്. ഇതേപോലെ വെരിഫൈ എന്നും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ. ഇവാലുവേറ്റ് ദ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് മെട്രിക്സ് എ ബി പ്ലസ് ബി സി ഈക്വൽ ടു സംതിങ് അങ്ങനെ പറയാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഷുവർ ആയിട്ടും ഉണ്ടാവും, ക്ലിയർ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും. അത് ചെയ്യണം. അപ്പൊ ഇതൊക്കെയാണ് മെട്രിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസുകൾ. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെ ഞാൻ വിചാരിക്കണം. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ എന്തായാലും നോക്കി പോവാ. ഇനി അടുത്ത ആള് എ സ്ക്വയർ കണ്ടുപിടിക്കുക, അതേപോലെ സിമെട്രിക് സ്ക്യൂ സിമെട്രിക്, പിന്നെ ഇതേപോലത്തെ വെരിഫിക്കേഷൻ, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ഡിറ്റർമിനന്റ്, ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ കിടക്കണേ. അതപ്പോ ഞാൻ അവിടെ അവിടെ അപ്പുറത്ത് പറയാട്ടോ അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ഇനി ഡിറ്റർമിനന്റിൽ വരുമ്പോൾ അവിടെ ഉള്ള കാര്യമാണ് ഫൈൻഡ് ദ വാല്യൂ. നമ്മൾ ഒരു 3 ഓർഡർ വരെയുള്ളതൊക്കെ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫൈൻഡ് ദ വാല്യൂ ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളത് ഏതെങ്കിലുമൊക്കെ സ്റ്റെപ്സിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവും എന്തായാലും. അപ്പോൾ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് ഓൾറെഡി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഏറ്റവും കൂടുതൽ 6 മാർക്കിന് സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക യൂസിങ് മെട്രിക്സ് മെത്തേഡ്. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് സോൾവിങ്, അതിന്റെ സ്റ്റെപ്സ് അത് എല്ലാവരും എപ്പോഴും എന്താ പറയാ ഇടയിൽ കൊണ്ട് കല ഉടക്കിയാന്നൊക്കെ പറയില്ല, അതേപോലെ ചെയ്ത് കൊളാക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നല്ല പോലെ ശ്രദ്ധിച്ച് ഇവിടെയാണ് ഇതാണ് ഏറ്റവും മാക്സിമം നല്ലൊരു മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. കുറെ വർഷങ്ങളായിട്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെ പിശുക്കാൻ നിൽക്കരുത്. സ്റ്റെപ്പ് ഓരോന്നെടുത്ത് എഴുതണം. കൃത്യമായിട്ട് ആദ്യം തന്നെ ആ ഒരു എക്സ്പ്രഷൻ ഫോമാറ്റ് ഉണ്ട്, അതിലേക്ക് ഇതിനെ എക്സ്പ്രസ് ചെയ്യണം. അതിനുശേഷം വേണം അവിടുന്ന് എന്ത് ചെയ്യാനായിട്ട് അഡ്ജോയിന്റും അത് കഴിഞ്ഞിട്ട് കോഫാക്ടറും ഒക്കെ കൂടെ കണ്ടുപിടിച്ച് ബാക്കി ഇക്വേഷനിലിട്ട് ഇൻവേഴ്സ് ഒക്കെ കണ്ടുപിടിച്ച് എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇൻവേഴ്സ് ഒന്നും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല, കാരണം ഓൾറെഡി ലീനിയർ ഇക്വേഷന്റെ അകത്ത് ഇതൊക്കെ ഒരു ഡിറ്റർമിനന്റിന്റെ ഒരു ഹാഫ് ഓഫ് കൺസെപ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അഡ്ജോയിന്റ് കോഫാക്ടർ ഒക്കെ വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എക്സ്പ്രഷൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന പോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചേക്കാം. അതൊക്കെ രണ്ടും കൂടെ ഞാൻ പറഞ്ഞു, ഈ 2 ചാപ്റ്റർ കമ്പൈൻ ചെയ്തിട്ട് കിടക്കണം. അപ്പൊ അതില് 6 മാർക്ക് എവിടെ വന്നു, ലീനിയർ ഇക്വേഷന്റെ അതിനകത്ത് വന്നു. പിന്നത്തെ 4 മാർക്ക് നോക്കിയാൽ മതി. പിന്നെ ഓപ്ഷൻസ് വരുമ്പോൾ അതിലും മെട്രിക്സ് ഒരു സമയത്തൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു 14 മാർക്കൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ടീച്ചർമാർ അതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു 10 മാർക്ക് തന്നെ നിൽക്കാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ഈ ഒരു സെക്ഷൻ എന്ന് വരാം, ഇവാലുവേഷൻ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. പിന്നെ ഡിറ്റർമിനന്റ് വെച്ചിട്ട് നമുക്ക് ചില ഇവാലുവേഷൻസുകൾ ഉണ്ട്, അതിന്റെ പ്രോപ്പർട്ടീസുകളിൽ. അപ്പൊ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് ഇവിടെ അങ്ങനെ ചോദിച്ചും ഒക്കെ ആയിട്ട് പോകുന്നതായിട്ട് കണ്ടേക്കണം. പിന്നെ ഇനി നമ്മൾ കാൽക്കുലസിലേക്ക് കിടക്കുകയാണ്. ഒരു മേജർ ഒരു 25 മുതൽ 30 മാർക്ക് വരെ നിങ്ങൾക്ക് സോൾവ് കിട്ടാവുന്ന ഒരു സെക്ഷനാണ് കാൽക്കുലസ്. അപ്പൊ അതിൽ ആദ്യം കണ്ടിന്യൂറ്റിയുടെ സെക്ഷനിൽ പറയുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആണോ നോക്കുക, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് നോക്കാനായിട്ടുള്ള ഇതുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഒരു ഫംഗ്ഷൻ വെറുതെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്നതാണ് എന്ന് തരണുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ, ഇത് മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി. പക്ഷേ അവിടെ നമുക്ക് പല പല ഇന്റർവെൽസിൽ അല്ലെങ്കിൽ ഈ ഒരു എക്സ് തൊട്ട് അല്ലെങ്കിൽ എക്സ് ലൈസ് ബിറ്റ്വീൻ 0 to 5, പിന്നെ 5 ഏതാണ് ഫംഗ്ഷൻ, അങ്ങനെ ഓരോന്നിലും ഓരോരോ ഫംഗ്ഷൻ തരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്പർ ലൈനിൽ ഇത് വരച്ചിട്ട് എന്ത് ചെയ്യണം, LHL ഉം RHL ഉം എടുത്തിട്ട് LHL ഈക്വൽ ടു RHL ഈക്വൽ ടു
എഫ് ഓഫ് എ അങ്ങനെ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് പോകണം, എങ്കിലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ കണ്ടിന്യൂസ് ആ തന്നിട്ട് നമുക്ക് അതൊന്ന് എന്ത് ചെയ്യാണ്ടാവും, പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി അതിപ്പോ ആകെ ഒന്നോ രണ്ടോ തവണയൊക്കെ ചോദിച്ചിട്ടുള്ളൂ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ. പിന്നെ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കെയുടെ വാല്യൂ. ഒരു കോൺസ്റ്റന്റ് കെ തന്നിട്ടുണ്ടാവും, നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ് തന്നിട്ടുണ്ടാവും, എന്നിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ്. പിന്നെ അധികം ചോദിച്ചിട്ടില്ലെങ്കിലും ഒരു ട്രാൻസിഷൻ, ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ, ഇത്ര ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, ക്വസ്റ്റ്യന്റെ മോഡലും കാര്യങ്ങളൊക്കെ മാറ്റും. അപ്പൊ അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് നമുക്ക് കോമ്പോസിഷൻസിലിരിക്കുന്ന ഫംഗ്ഷൻസ്. ഫോർ എക്സാമ്പിൾ മോഡ് സൈൻ എക്സ്, അല്ലെങ്കിൽ സൈൻ സ്ക്വയർ എക്സ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനെ രണ്ടെണ്ണാക്കി സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ, സൈൻ എക്സും മോഡ് എക്സും. അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്ത് പഠിക്കുന്നത്, ഓൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഡൊമൈൻഡിനകത്ത് മോഡ് എക്സും കണ്ടിന്യൂസ് എന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ അവരുടെ കോമ്പോസിഷനും എന്തായിരിക്കും, ഇവർ രണ്ടിനെയും കോമ്പോസിഷൻ ചെയ്യുമ്പോഴല്ലേ നമുക്ക് ഈ മോഡ് സൈൻ എക്സ് കിട്ടണേ, അതും കണ്ടിന്യൂസ് എന്ന് പറയാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്, ഫ്രീക്വന്റ്ലി സോറി ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. പിന്നെ കണ്ടിന്യൂറ്റിയിൽ ഏകദേശം ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒക്കെ തന്നെയാണ് എപ്പോഴും ഇത് ചോദിക്കാറുള്ളത്. പിന്നെ ഇനി ഡിഫറൻസിയേഷൻ പാർട്ടിൽ പോവുകയാണെങ്കിൽ അവിടെ നിന്ന് ആദ്യം തൊട്ട് ചോദിക്കുന്നത് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസിന്റെ ക്വസ്റ്റ്യൻ, ഇംപ്ലിസിറ്റ് ഇക്വേഷൻസ് dy/dx വെച്ച് സോൾവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതേപോലെ പാരാമെട്രിക് എപ്പോഴും കാണുന്ന ഒരു സാധനം, 3 മാർക്കിലോ 3 മാർക്കിൽ ഇല്ലാണ്ടാവില്ല, 4 മാർക്കിന്റെ സെക്ഷനിൽ ഷുവർ ആയിട്ടും കാണുന്ന സാധനമാണ് പാരാമെട്രിക് ഡിഫറൻസിയേഷന്റെ പ്രോബ്ലംസ്. പിന്നെ വരുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ y ഈക്വൽ ടു ടാൻ എക്സോ അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് എക്സ്, എന്നിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ തരാണ് d²y/dx² സൈൻ എക്സ് പ്ലസ്, അല്ല സൈൻ എക്സ് ആയിരിക്കും, സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് 0, അല്ലെങ്കിൽ വൈ പ്ലസ് dy/dx ഈക്വൽ ടു സംതിങ് 0 ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡെഡ്യൂസ് ചെയ്യാൻ ദ സെൻസ് നേരെ നിങ്ങൾക്ക് dy/dx കണ്ടുപിടിച്ചു, d²y/dx² കണ്ടുപിടിച്ചു, അതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇവാലുവേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്താൽ എക്സ്പ്രഷനിൽ ചേഞ്ച് ഒന്നും വരില്ല. ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾക്കത് LHS ഈക്വൽ ടു RHS എന്നുള്ള മോഡലിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഈ എക്സ്പ്രഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇതൊക്കെ ചോദിച്ചു കണ്ടേക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞല്ല, അതിന് മുമ്പിലത്തെ കൊല്ലത്തെ ക്രിസ്മസിനൊക്കെയും ഈ ക്വസ്റ്റ്യൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലോഗരിതമിക് ഫംഗ്ഷൻസ് എപ്പോഴും ഓർക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് എന്നല്ലെങ്കിൽ ഫൈൻഡ് dy/dx എന്ന് പറഞ്ഞിട്ട് വെറുതെ ഒരു സാധനം തന്നാൽ അത് ഇംപ്ലിസിറ്റ് ആണോ എന്താണ് നോക്കിയിട്ട് വേണം ചെയ്തു തുടങ്ങാനായിട്ട്. ഇപ്പൊ e⁻x ഇവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് സോൾവ് ചെയ്യാൻ ഒരു രീതിയാണ്. ദെൻ ലോഗരിതമിക് വരുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു പവർ വരാം, e⁻x അല്ല, e⁻x അല്ലാത്ത ചില പവറുകൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ x⁻log x അല്ലെങ്കിൽ sin x⁻x², ഇങ്ങനെയൊക്കെ വരുന്ന ഫംഗ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ലോഗരിതം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ, അതായത് പവർ വരുന്ന a⁻b എന്ന് പറയുന്ന പോലെയുള്ള പവർ വരുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണ്ടു, ലോഗരിതമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇൻവോൾവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് പ്രോപ്പർട്ടീസും ഇതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരണം. അതിൽ മോസ്റ്റ് ഓഫ് ദ കേസസ് നമുക്ക് സ്റ്റേറ്റിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ടാൻ തീറ്റ, എക്സിന് ടാൻ തീറ്റ ഇട്ട് കൊടുത്ത് പിന്നെ എക്സ്പ്രഷൻസിന് ഇവാലുവേറ്റ് ചെയ്ത് സൈനിലേക്കും കോസ്റ്റിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസുകൾ ചെയ്തു വരാറ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയും ചോദിക്കാം. അത് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ നോക്കുകയാണെങ്കിൽ ഷുവർ ആയിട്ടും അവിടെ ക്വസ്റ്റ്യൻസുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം നല്ലപോലെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അടുത്ത ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് വലിയ ടെൻഷൻ ഇല്ല. കാരണം അതിലാകെ 3 ടോപ്പിക്കേ പഠിക്കാനുള്ളൂ. ഒന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന സാധനമല്ല.
+1 ഫിസിക്സിൽ സെക്കൻഡ് ചാപ്റ്ററിൽ ഇഷ്ടംപോലെ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന സാധനങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ആക്സലറേഷനും ഇതിന്റെയൊക്കെ ആ ഒരു ഐഡിയ ഉണ്ടാവണം. എന്തിനെ ഇപ്പോൾ പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക, വെലോസിറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്താ കിട്ടുക, ഈ ഒരു ഐഡിയ ജസ്റ്റ് ഉണ്ടായാൽ മതി. അതൊക്കെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് വെച്ചിട്ടുള്ള ആ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിൽ നമുക്ക് ആകെ ചാപ്റ്ററിൽ 3 എക്സസൈസേ ഉള്ളൂ. ആ 3 എക്സസൈസിലെ ഒരുവിധം എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും പല ആവർത്തിയായിട്ട് സ്റ്റേറ്റിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്നുള്ള ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി ഒരു 3 മാർക്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം 3 മാർക്ക് ഫസ്റ്റ് സെക്ഷനിൽ. ദെൻ അടുത്ത സെക്ഷനിൽ ഷുവർ ആയിട്ടും ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഉണ്ടാവും. ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അതിൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ മോസ്റ്റ്ലി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് വെച്ചിട്ടുള്ളതായിരിക്കും ചോദിക്കുക. ട്രിഗ്നോമെട്രിക് പീരിയോഡിക് ഫംഗ്ഷൻസുകൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളായിരിക്കും ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അതല്ലാത്തതും വരുമ്പോൾ ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് മാറിപ്പോകരുത് കണ്ടീഷൻസും കാര്യങ്ങളും. പിന്നെ മൂന്നാമത്തെ മാക്സിമം മിനിമം. മാക്സിമം മിനിമയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ച് തന്നെ ചെയ്ത് പഠിച്ചാൽ മതി. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ ഇത് തന്നെയാണ് നമ്മുടെ കീയിലും കാണാറുള്ളത്. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് എല്ലാവർക്കും കോമൺ ആയിട്ട് കുറച്ചും കൂടി ഓർത്ത് വെക്കാനൊക്കെ എളുപ്പം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചത് അതൊരു മോഡലിൽ നമുക്കൊരു അൽഗോരിതം പോലെ പഠിച്ചു പോകാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കി ചെയ്ത് പോന്നാൽ മതി. ഓക്കെ, അപ്പൊ അവിടെ ചോദിക്കുന്ന ഇതിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഫൈൻഡ് ദ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഇന്റർവെൽസ് ഓർ വാല്യൂസ്. പിന്നെ മാക്സിമം, ലോക്കൽ മാക്സിമം, മിനിമം കണ്ടുപിടിക്കുക. ആബ്സല്യൂട്ട് മാക്സിമം, ആബ്സല്യൂട്ട് മിനിമം പഠിപ്പിച്ചപ്പോൾ പറഞ്ഞുപോയ കാര്യങ്ങളാണ് അതൊക്കെ. ആബ്സല്യൂട്ട് മാക്സിമം ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ ഇനി ചോദിച്ച ഒരൊറ്റ സ്റ്റെപ്പ് എക്സ്ട്രാ ചെയ്യാനുള്ളൂ. ആബ്സല്യൂട്ട് വാല്യൂ എടുക്കണം. ആ ഒരു കാര്യം മറന്നു പോകരുത്. എക്സസൈസിൽ 2-3 ക്വസ്റ്റ്യൻ, ഒരെണ്ണം എക്സസൈസ് കൺസെപ്റ്റില് സോൾവ്ഡ് ആയിട്ടും കിടപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ്ങിലാണ് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നു, സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഒക്കെ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ. പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ, വോളിയം റിലേറ്റഡ് ആയിട്ടുള്ളത്. അത് കൂടുതലും നമ്മുടെ മറ്റേ എന്താ പറയാ കോണ്, അതേപോലെ സാൻഡ് പോർ ചെയ്യുക ഇതിന്റെ അകത്തേക്ക്, സ്പിയറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ അതേപോലെ തന്നെ ഇൻക്രീസിങ് ഡിക്രീസിങ് തന്നെ, ഇൻക്രീസിങ് ഡിക്രീസിങ് ഓക്കെ അത്രേ ഉള്ളൂ. മാക്സിമം മിനിമയിൽ തന്നെ നമുക്ക് ചില ജോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ജോമെട്രി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റില്. അതേപോലെ തന്നെ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ആൻഡ് വൈ. അതൊക്കെ അത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരു ട്രാൻസിഷൻ വന്നാലൊക്കെ ചോദിക്കാവുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസുകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ട്രിഗ്നോമെട്രി ഇൻവോൾവ് ചെയ്യുന്നതുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി ഇരിക്കുക. ഓക്കെ, അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ആ ഒരു കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി വൃത്തിക്ക് പഠിച്ച ഒരാൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസുകളും, ഈ ഒരു ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും നോക്കി പോയൊക്കെ തന്നെ ഇവിടെ നിന്നുള്ള ആ കംപ്ലീറ്റ് മാർക്സ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട സാധനങ്ങളാണ് ഇപ്പൊ പറഞ്ഞു പോയത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് പറയാനുള്ളൂ. ഇനി മേജർ, ഏറ്റവും വലിയ, എല്ലാവരും പേടി സ്വപ്നമായിട്ടുള്ള ഇന്റഗ്രൽസ്. ഇന്റഗ്രൽസിന്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ട കാര്യം ഇക്വേഷൻസുകൾ വൃത്തിയായിട്ട് പഠിക്കുക. ഇക്വേഷൻസുകളും അതിന്റെ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻസും വൃത്തിയായിട്ട് പഠിക്കുക. ഇക്വേഷൻസ് പഠിക്കാതെ കുറെ ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് എന്ത് മെത്തേഡിൽ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആയിട്ടൊരു ഫെമിലാരിറ്റി വന്നാൽ മതി. ഓക്കെ, അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസുകൾ ഷുവർ ആയിട്ടും ഉണ്ടാവും. ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവും. പിന്നെ കൂടുതൽ കണ്ടെക്കുന്നതാണ് നമ്മുടെ കുറെ സ്റ്റാൻഡേർഡ് ഫോംസുകളും അതിൻ്റെ അകത്ത് തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട്, റാഷണൽ ഫ്രാക്ഷന് നമ്മൾ എന്ത് ചെയ്യും, പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ച് ചെയ്യാറുണ്ട്. പാർഷ്യൽ ഫ്രാക്ഷൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നോക്കാണ്ട് പോരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇന്റഗ്രേറ്റ് യൂസിങ് പാർട്സ് മെത്തേഡിന്റെ അകത്ത് നിങ്ങൾ മറക്കാണ്ടിരിക്കേണ്ട ഒരു സാധനമാണ് ഐലേറ്റ് പ്രിൻസിപ്പിൾ. എന്താണ് ഐലേറ്റ് പ്രിൻസിപ്പിൾ? നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുന്നത് ഐലേറ്റ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അതെങ്ങനെയാണ്, ഓരോന്നും എന്താണ്. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് ചോദിക്കുന്ന ഒരു എക്സ്റ്റൻഡഡ് ക്വസ്റ്റ്യൻ ആണ് ലോഗ് എക്സിന്റെയും സൈൻ എക്സിന്റെയും ഒക്കെ ഇത് കണ്ടുപിടിക്കാൻ, ഇന്റഗ്രൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റഗ്രൽ ഒക്കെ കണ്ടുപിടിക്കാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. പിന്നെ ഡെഫിനിറ്റിന്റെ അകത്ത് പ്രോപ്പർട്ടീസ്,
പ്രോപ്പർട്ടീസ് വെച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ആ പ്രോപ്പർട്ടീസിന്റെ അകത്ത് തന്നെ ഈവൻ ഫംഗ്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ. ഓഡ് ആണെങ്കിൽ നമുക്ക് അധികം ഒന്നും ചെയ്യാനില്ല, ഈവൻ ആണെങ്കിൽ മാത്രം പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യാൻ പോയാൽ മതി. പിന്നെ അത് കൂടാണ്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡെഫിനറ്റ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിലാണെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് പോവുകയാണെങ്കിലും യൂസ്ഫുൾ ആവുന്ന കുറേ കാര്യങ്ങൾ, പ്രോപ്പർട്ടീസുകൾ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ എല്ലാം പ്രോബ്ലംസുകൾ കിടപ്പുണ്ട്. സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ സൊല്യൂഷൻസ് നോക്കി പോവുക. എങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന നമുക്ക് അതിലത്തെ ഒരു ഫോർത്ത് പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. രണ്ട് ഇന്റഗ്രൽസ് എടുത്തു, ആഡ് ചെയ്തു, വേഗം വേഗം ചെയ്തു പോയി, ട്രിഗ്നോമെട്രി സോൾവ് ചെയ്തു. അപ്പൊ ട്രിഗ്നോമെട്രിയും പ്രോപ്പർട്ടിയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള എക്സസൈസിലെ ആ ഒരു പ്രോപ്പർട്ടീസിന്റെ എക്സസൈസിൽ വരുന്ന 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഏകദേശം ഈ ഒരു മോഡലിൽ പോണതാണ്. അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ആകെ 6 ഇപ്പൊ പണ്ടൊക്കെ ഇഷ്ടം പോലെ സബ്സ്റ്റിറ്റ്യൂഷൻ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആകെ ആറ് താഴെ 6ഓ 5ഓ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോംസുകളേ ഉള്ളൂ. അതിൽ ചില ട്രിക്കുകൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെ വന്ന് എന്ത് എവിടെ കൊടുക്കണം, ആരെ ടീ ആക്കണം. അതൊക്കെ ഒന്ന് ആ ലോജിക്ക് ഒന്ന് ജസ്റ്റ് ബിൽഡ് ചെയ്ത് നോക്കി പോയാൽ മതി. അവിടെ നിന്നുള്ള മാർക്ക് കിട്ടും. പിന്നെ ചെയ്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ആയാലും നിങ്ങൾ ആ ചെയ്തെത്തേൻ്റെ എത്ര ഉണ്ടോ ആ മാർക്കുകൾ കിട്ടും. പിന്നെ പാർഷ്യൽ ഫ്രാക്ഷനും പാർട്സും വിടാതെ നോക്കുക. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസിന്റെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ. പിന്നെ ഇപ്പോൾ ഓരോ തവണയും എന്ത് ചെയ്യാറുണ്ട്, വേറെ വേറെ വെറൈറ്റി ഓരോരോ സൈഡിൽ നിന്ന് എക്സസൈസ് എന്നുള്ള പല പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് മാത്രമേ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇന്റഗ്രേഷന്റെ സൈഡിൽ. പിന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് ഇപ്പോൾ ഒന്നും കൂടെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. സർക്കിള്, എലിപ്സിന്റെ ഒക്കെ സോൾവ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആകെ 4 മാർക്കാണ് ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അതിൽ മിക്കവാറും 4 ചോദിക്കാറില്ല. 3 മാർക്കിന് ആ ഫസ്റ്റ് സെക്ഷനിൽ തന്നെ ഏതെങ്കിലും ഒരു സർക്കിളിന്റെയോ എലിപ്സിന്റെയോ ഒക്കെ, അതന്നെ എലിപ്സ് ഒക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് 2 പ്രാവശ്യമൊക്കെ ചോദിച്ച് കാണുന്നത്. അതൊക്കെ തന്നെ ടെക്സ്റ്റിൽ സോൾവ് ചെയ്ത് നമ്മൾ ആ സ്റ്റാൻഡേർഡ് ഫോമുകൾ, പണ്ട് പഠിച്ച കോണിക് സെക്ഷനിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമുകളും കാര്യങ്ങളും ഒന്ന് ഓർത്തെടുത്താൽ മതി. ജസ്റ്റ് പിന്നെ ആ സ്ട്രിപ്പിന്റെ ഒക്കെ അത് വെച്ചിട്ട് എങ്ങനെയാ ഏരിയ ഫംഗ്ഷൻ വർക്ക് ചെയ്യണേ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഇന്റഗ്രൽസ് എന്നുള്ള ആ 4 മാർക്ക് സ്റ്റേറ്റുകാർക്ക് വളരെയധികം സുഖമായിട്ട് വാങ്ങിച്ചെടുക്കാവുന്നതാണ്. നിങ്ങളിപ്പോൾ ഇന്റഗ്രേഷൻ മുഴുവനായില്ല എന്നുണ്ടെങ്കിലും ഈ ആ ഒരു ടെക്സ്റ്റിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് എക്സാമ്പിൾ പ്രോബ്ലംസുകൾ നോക്കി പോയാൽ തന്നെ, അതൊന്നും മിസ്സലേനിയസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റാൻഡേർഡ് ഇതുകൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നത്. അതിൽ സൈൻ എക്സ് കോസ് എക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് പണ്ട് ചോദിച്ചിട്ടുണ്ട്. അതും ഒന്ന് ജസ്റ്റ് നമുക്കത് കർവ് ഏകദേശം വരയ്ക്കാൻ അറിയാം, ചെയ്ത് നോക്കിയാൽ മതി. ലിമിറ്റുകൾ കിട്ടും, ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ ഇതിന്റെ ഇടയിൽ ഞാൻ ഇന്റഗ്രേഷന്റെ ഇടയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാട്ടോ. ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയി. നമുക്ക് ഡെഫിനിറ്റിന്റെ അകത്ത് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് വരുമ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷന്റെ ലിമിറ്റും ആ കൊടുക്കുന്ന അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന വേരിയബിളിന്റെ ഇതിലേക്ക് ലിമിറ്റും ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതും ഒന്ന് നോക്കി വെക്കണേ. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഓർഡർ ആൻഡ് ഡിഗ്രി ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഒരു ഇത് തന്നിട്ട് ഓർഡറും ഡിഗ്രി ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ഏതെങ്കിലുമൊക്കെ ഒരു മെത്തേഡിൽ അതിൽ ഇന്റഗ്രേഷൻ ഫാക്ടർ നമുക്ക് ആകെ 3 തരത്തിലുള്ളൂ. ഒന്ന് വേരിയബിൾ സെപ്പറബിൾ ഫോം. വേരിയബിൾ സെപ്പറബിൾ ചോദിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ വേരിയബിൾ സെപ്പറബിളിന്റെ എക്സസൈസിൽ ലാസ്റ്റുള്ള വേർഡ് പ്രോബ്ലംസ്, ആ വേർഡ് പ്രോബ്ലം ഒരെണ്ണം ഈ ക്രിസ്മസിന് ചോദിച്ചതാണ്, ആ ടെക്സ്റ്റിലുള്ള അതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചതാണ്. അപ്പോൾ ആ വേരിയബിൾ സെപ്പറബിളിന്റെ വേർഡ് പ്രോബ്ലം നോക്കുക. പിന്നെ ഹോമോജീനിയസിലും വേർഡ് പ്രോബ്ലം ഉണ്ട്, പക്ഷെ ആ ഒരു അത്രയും ലെവലിലൊക്കെ ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇതുവരെ ചോദിച്ചു കണ്ടില്ല. ഇനിയിപ്പോൾ പുതിയ ട്രെൻഡ് വരികയാണെങ്കിൽ അതൊക്കെ എന്തായാലും ചോദിക്കും. സോ ഹോമോജീനിയസ് ഫോം നോക്കണം. പിന്നെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ ഒന്നും പറ്റില്ലെങ്കിലും ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ സ്റ്റെപ്പുകൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യണേ നോക്കി വെക്കുക. നമുക്ക് തന്ന ഫംഗ്ഷൻസിനെ ഇതൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുക. ഇപ്പോൾ ഹോമോജീനിയസ് പഠിക്കാൻ വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഒരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ദെൻ വേരിയബിൾ സെപ്പറബിൾ വെച്ചിട്ടാണ് അത് സോൾവ് ചെയ്യണത്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ആ തിയറിയും 1-2 പ്രോബ്ലംസ് ഒക്കെ ടെക്സ്റ്റിൽ തന്നെ സോൾവ് ചെയ്ത് നോക്കി പോവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതെങ്കിലും വെച്ച് ഈ ഒരു സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറോ ഏതെങ്കിലും ഒരെണ്ണം, അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹോമോജീനിയസും ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറും ആണ്. ഇതിന്റെ ഒരു
ചെയ്യുന്ന രീതി പഠിച്ചു വെച്ചാൽ തന്നെ ഒരു പകുതി മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇതിന്റെ വെയിറ്റേജ് ഒരു 5 മാർക്കാണ്. നിങ്ങൾക്ക് അങ്ങനെ സുഖമായിട്ട് ഓർഡർ ഡിഗ്രിയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇതിൽ ഏതെങ്കിലും ഒരു ഹോമോജീനിയസിന്റെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടറിന്റെ സ്റ്റെപ്പുകളും പഠിച്ചു വെച്ചാൽ പറ്റുന്ന അത്രയെങ്കിലും ചെയ്തെത്തിച്ചു എന്നുണ്ടെങ്കിൽ ഒരു 3 മാർക്കൊക്കെ ഇവിടെ നിന്ന് സുഖമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ യാ ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതൊക്കെ ജസ്റ്റ് പറഞ്ഞു പോയിരുന്നു. ചിലതിൽ വേണമെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസുകൾ തരാം, അതിനനുസരിച്ച് സിയുടെ വാല്യൂ മാറും, അത്രേ ഉള്ളൂ. പിന്നെ ജോമെട്രിക്ക് അകത്ത് വെക്ടറിന്റെ അകത്ത് വെക്ടർ ഒരു തിയറി ചാപ്റ്റർ ആണ്. ആ തിയറി മൊത്തം നിങ്ങൾ കവർ ചെയ്യുക, കവർ ഓൾ തിയറി. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് പറയാനുള്ളത്. അത് 1 മണിക്കൂർ ഉണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിച്ചിട്ട് അധികം സമയമൊന്നും വേണ്ട. അതിലെ റിമാർക്കുകൾ നോക്കണം. റിമാർക്സിന്റെ അകത്ത് എന്തൊക്കെ കിടക്കുന്നുണ്ട്? പാരലൽ പെർപെൻഡിക്കുലർ കണ്ടീഷൻസുകൾ, അതൊക്കെ എവിടെയാ കിടക്കണേ? എ ഡോട്ട് ബിയുടെയും എ ക്രോസ് ബിയുടെയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാ? പിന്നെ എ ഡോട്ട് ബി എ ക്രോസ് ബിയുടെ ഒക്കെ ഡെഫിനേഷന് ശേഷം കുറെ പ്രോപ്പർട്ടീസുകൾ കിടക്കുന്നുണ്ട്. ആ പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കുക. അതിന്ന് ഏരിയ കണ്ടുപിടിക്കുക, നമ്മളവിടെ ഡിറ്റർമിനന്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ്. പിന്നെ വെക്ടറും 3Dയും കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻസ്. അപ്പൊ വെക്ടറും 3D ഒക്കെ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സാ. അപ്പൊ അതുകൊണ്ട് അത് വെച്ചിട്ട് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും പ്ലസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രീവിയസ് ഇയർ ഇതിന്റെ നമുക്ക് ഓൾറെഡി HSS ലൈവിലൊക്കെ കിടപ്പുണ്ട്. ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്ത് പഠിച്ചാൽ ഏകദേശം ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മുടെ ക്രിസ്മസിന്റെ പേപ്പർ നോക്കുകയാണെങ്കിൽ പുതിയ ഇതൊന്നും അല്ല, അത് കമ്പൈൻ ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അതേപോലത്തെ ക്വസ്റ്റ്യന്റെ അത് പ്രീവിയസ് ഇയറിലെ 2-3 ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തതാണ് കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള വെക്ടർ എന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ അത് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ് ഇപ്പൊ ഡയറക്റ്റ് ചോദിക്കൽ കുറവാണ്. ആംഗിള് പ്രൊജക്ഷനും ചോദിക്കാറുണ്ട്. ആംഗിൾ കണ്ടുപിടിക്കാൻ പ്രൊജക്ഷനും ഡയറക്റ്റ് ചോദിക്കാറുണ്ട്. പിന്നെ യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യുക, മറ്റ് 2 വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ ഫൈൻഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ യൂണിറ്റ് വെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസുകൾ കാണാറുണ്ട്. അത് ഒരു എസ്സേയുടെ അകത്ത് തന്നെ ഇതാണ് ചോദിക്കാറ്. ഓക്കെ, ദെൻ പിന്നെ 3Dക്ക് അകത്താണ് പിന്നെ ഈ പറയുന്ന ഡയറക്ഷൻ കൊസൈൻസ്, L² + M² + N² = 1. പിന്നെ ഡിസ്റ്റൻസുകൾ കണ്ടുപിടിക്കുന്നത്, പിന്നെ ഡയറക്ഷൻ റേഷ്യോ, ഡയറക്ഷൻ കൊസൈൻ, L, M അതിന്റെയൊക്കെ വാല്യൂസുകൾ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇക്വേഷൻസ്, കാർട്ടീഷ്യൻ ഇക്വേഷനും അതേപോലെ തന്നെ വെക്ടർ ഇക്വേഷനും ഒക്കെ വെച്ച് എഴുതുന്നത്. അതേപോലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് 4 മാർക്കിന് 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാറുണ്ട്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ്, ഇത് ഒരു 3-4 തവണ ഇപ്പൊ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട്. പിന്നെ ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. വെക്ടർ ഇക്വേഷനും കാർട്ടീഷ്യൻ ഇക്വേഷനും ഏതെങ്കിലുമൊക്കെ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ഡയറക്ഷൻ റേഷ്യോസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ ഇതിന്റെ ഇടയിലുള്ള കുറെ റിമാർക്കുകൾ, അതൊക്കെ ഈ റിമാർക്സുകളും വെക്ടറിലെ പ്രോപ്പർട്ടീസുകളും ഒക്കെ കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള അവ്യല് പരുവത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാ ഇതിന്റെ 6 മാർക്കിന്റെ സെക്ഷനിലൊക്കെ വരാറുള്ളത്. ഓക്കെ, അപ്പോ അത് കാരണം കൊണ്ട് നിങ്ങളിത് രണ്ടും കൂടി കൺസെപ്റ്റ് വൃത്തിയായിട്ട് വെക്ടർ ആദ്യം പഠിച്ചിട്ട് 3D എടുക്കുക. 3D പഠിച്ചിട്ട് പിന്നെ വെക്ടറിലേക്ക് പോകാൻ നിൽക്കണ്ട. വെക്ടർ 3D ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാണ്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഏറ്റവും എളുപ്പമുള്ള സാധനം LPP എന്ന് എപ്പോഴും ചോദിക്കുക. LPP ഗ്രാഫിക്കലി സോൾവ് ചെയ്യാൻ 5 മാർക്ക്. അതിപ്പോ 6 മാർക്കിന്റെ സെക്ഷനിൽ കഴിഞ്ഞ തവണ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അത് 6 മാർക്കിന്റെ സെക്ഷനിൽ ഒറ്റയടിക്ക് 6 മാർക്ക്. ഇതും നമ്മുടെ ലീനിയർ ഇക്വേഷൻ, മെട്രിക്സിന്റെ ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു 10 മാർക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കുക. ഓക്കെ, അതിൽ ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക, കോർണർ പോയിന്റ്സ് ഒക്കെ വൃത്തിയായിട്ട് മാർക്ക് ചെയ്യുക. സ്ഥിരമായിട്ട് LPP സോൾവ് ചെയ്യുന്ന 2 മെത്തഡോളജി ഉണ്ട്. ലൈക്ക് ഒരു പോളിഗൺ വന്ന എങ്ങനെ ചെയ്യണം, ഉള്ളിലൊരു പോളിഗൺ വന്ന ഗ്രാഫിന്റെ അകത്ത് ഒരു പോളിഗൺ വന്ന് എന്ത് ചെയ്യണം, ഇനി ഒരു ഫീസിബിൾ റീജിയൻ നമുക്ക് ഒരു പോളിഗൺ അല്ലാതെ അതിങ്ങനെ പുറത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ള 2 കാര്യങ്ങൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടും. ഓക്കെ, അതിപ്പോ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇപ്പൊ ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഇനി അതിനു വേണ്ടി ഇരിക്കേണ്ടത് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾ ഓൾറെഡി അത് ഒരിക്കൽ പഠിച്ച ചാപ്റ്റർ ആണെങ്കിൽ ജസ്റ്റ് ആ ചെയ്ത പ്രോബ്ലം ഒന്ന് മറച്ചു നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഓർമ്മ നിൽക്കും. കാരണം നിങ്ങൾ +1
ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ഗ്രാഫ് വെച്ച് സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഒറിജിൻ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ലൈൻ ഏത് ഭാഗത്തേക്ക് ഒറിജിന്റെ താഴത്തേക്കാണോ അല്ലെങ്കിൽ ഒറിജിന്റെ മുകളിലോട്ടാണോ എവിടേക്കാണോ ഡിസൈഡ് ചെയ്യുക, വരയ്ക്കുക. കോമൺ ആയിട്ടുള്ള റീജിയൻ. പിന്നെ ഇവിടെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ സൊല്യൂഷനും എവിടെയുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രം നമ്മളൊന്ന് എൻലാർജ് ചെയ്ത് വരച്ച് വൃത്തിക്ക് സോൾവ് ചെയ്താൽ മതി. ദെൻ പ്രോബബിലിറ്റി നമുക്ക് ആകെ 3 സെക്ഷനെ പഠിക്കാനുള്ളൂ. കണ്ടീഷണൽ പ്രോബബിലിറ്റി, ദെൻ ഇൻഡിപെൻഡന്റ് ഈവൻസ്, ബേസ് തിയറം. ഈ 3 സെക്ഷനിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ കാണും. കണ്ടീഷണൽ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഈവന്റ് അല്ലെങ്കിൽ നമ്മളിപ്പോ +1 മറ്റേ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയിട്ട് പഠിക്കുന്ന കുറെ ഇക്വേഷൻസുകളൊക്കെ വെച്ചിട്ടുള്ള ജസ്റ്റ് ഇപ്പൊ ഒരു P(A) P(B) തന്നിട്ടുണ്ടാവും. P(A) P(B) തന്നിട്ടുണ്ടാവും. ദെൻ A*B തന്നിട്ടുണ്ടാവും. അതിന്ന് A യൂണിയൻ B കണ്ടുപിടിക്കുക. പിന്നെ A'(B) അല്ലെങ്കിൽ A'(B' കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട് കേട്ടോ. ആ എക്സസൈസിൽ, കണ്ടീഷണലിന്റെ എക്സസൈസിൽ കിടപ്പുണ്ട്. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് കണ്ടീഷണൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പിന്നെ ബേസ് തിയറം ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലുമൊക്കെ റിവേഴ്സ് പ്രോബബിലിറ്റി കാൽക്കുലേഷൻ, അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിഫക്റ്റ് ഓഫ് ബൾബ് അങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അത് ആ എക്സസൈസിൽ കിടപ്പുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് പഠിച്ച ആ പ്രോബബിലിറ്റിയുടെയും 5-6 മാർക്ക് നമുക്ക് സുഖമായിട്ട് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഇൻഡിപെൻഡന്റ് ഈവൻസ്, ഇതിന്റെയൊക്കെ ഇടയിൽ കുറെ ഇക്വേഷൻസുകൾ കിടപ്പുണ്ട്. ഇൻഡിപെൻഡന്റ് ഈവൻസിന്റെ സൈഡിൽ വരികയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഇഷ്ടംപോലെ ഇക്വേഷൻസുകൾ കിടപ്പുണ്ട്. ആ ഇക്വേഷൻസുകൾ ഒന്ന് നോക്കി വെക്കുവാണെങ്കിൽ ഇനിയിപ്പോൾ അത് വിട്ടിട്ട് എന്തെങ്കിലും ചോദിച്ചാലും നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടാവും. പിന്നെ ഇടയിൽ ടോട്ടൽ തിയറം ഓഫ് പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനും ചില സമയത്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കൽ മാത്രം കണ്ടിട്ടുണ്ട്. അപ്പൊ 3 സെക്ഷനിലും പ്രോബബിലിറ്റിയുടെ ഈക്വലി ഒരു പ്രോബ്ലം വരാം. അല്ലെങ്കിൽ ഇപ്പൊ 6 മാർക്സിൽ നിങ്ങൾക്ക് ഒറ്റ ബേസ് തിയറും ഈ പറയുന്ന LPPയും മെട്രിക്സും കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ ഒരു 18 മാർക്സ് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിനൊക്കെ കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് ഒന്ന് തൊട്ട് താഴത്തെ സ്റ്റെപ്പിലേക്ക് എഴുതുമ്പോൾ തെറ്റിക്കാതിരിക്കുക. അതേപോലെ വൈസ് ആയിട്ട് ഇപ്പം ഈ തന്ന ഈ ഒരു ഔട്ട്ലൈൻ വെച്ച് അല്ലെങ്കിൽ ഈ ഒരു ഗൈഡൻസ് വെച്ചിട്ടൊക്കെ ഒന്ന് ഉള്ള സമയം പ്രിപ്പയർ ചെയ്താൽ നമുക്ക് വളരെ സുഖമായിട്ട് +2ന്റെ ഇതിന്റെ മാർക്സ് സ്കോർ ചെയ്യാവുന്നതാണ്. പിന്നെ ആവശ്യമില്ലാണ്ട് ചില ചാപ്റ്റേഴ്സുകൾ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ, ചില ചാപ്റ്ററുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. എവിടെയെങ്കിലൊക്കെ നമ്മൾ ഒരു ചാപ്റ്റർ ഇപ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് മെത്തേഡും ട്രിഗണോമെട്രിക് മെത്തേഡും ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷന്റെ അകത്തേയും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കഴിഞ്ഞു. പ്രോപ്പർട്ടിയുടെ അകത്ത് ചോദിച്ചാൽ മതി. പ്രോപ്പർട്ടിയും ചോദിച്ചു, ഈ ഇത്രയും സാധനങ്ങൾ കമ്പൈൻ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ തീർന്നില്ലേ? അപ്പോൾ ഇപ്പം ഈ പറഞ്ഞതൊക്കെ വെച്ച് വൈസ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇതുവരെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ ഇതുവരെ നോക്കി എത്തിയിട്ടില്ലെങ്കിൽ അതൊന്നും കൂടി ഒന്ന് നോക്കി എത്തി കവർ ചെയ്ത് തീർക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന സീരീസുകളിൽ കാണാം. ഓക്കെ, ബൈ ബൈ.